നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കുടുംബത്തിലെ 4 പേർ നീണ്ട 24 ദിവസത്തെ COVID-19 കാലം കഴിഞ്ഞ് ദോഹ അസീസിയയിലെ വില്ലയിലേക്ക് മടങ്ങിയത് പ്രവാസികളോടുള്ള ഖത്തർ സർക്കാരിന്റെ അകമഴിഞ്ഞ കരുതലിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. കോഴിക്കോട് ചെറുവാടി സ്വദേശി അസീസ് പുറായിലും കുടുംബവുമാണ് ഇത്തരത്തിൽ കൊറോണ ബാധിച്ച് 1 മാസത്തോളം പോരാടിയത്. എന്നാൽ രോഗം വരാതിരിക്കാൻ ശ്രദ്ധയും കരുതലും കൂടിയേ തീരുമെന്നാണ് സമൂഹത്തോട് ഈ കുടുംബം പറയുന്നത്. ഇത് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. 17 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനു ശേഷം അവസാനത്തെ 3 PCR പരിശോധനകളും നെഗറ്റീവായതോടെയാണ് ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണ കമ്പനി ജീവനക്കാരനായ അസീസും ഫാർമസി ജീവനക്കാരിയായ ഭാര്യ ഷഹാന ഇല്യാസും മക്കളായ 12 വയസ്സുകാരി ഇസയും 9 വയസ്സുകാരൻ സമാനും 5 വയസ്സുകാരനായ മിഷാലും ഹോട്ടൽ ക്വാറന്റൈനിൽ നിന്ന് തിരികെ വീട്ടിൽ മടങ്ങിയെത്തിയിരിക്കുന്നത്. ഏപ്രിൽ അവസാനം ഭാര്യയ്ക്കാണ് ആദ്യം രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ശരീരവേദനയും പനിയും ഛർദ്ദിക്കാനുള്ള പ്രവണതയുമായിരുന്നു തുടക്കം. ജോലി തിരക്കിനിടെ സാധാരണമാണെന്ന് ആദ്യം കരുതി. ചെറിയ നെഞ്ചുവേദനയും ചുമയും ശ്വാസമുട്ടലും ഒക്കെ അനുഭവപ്പെട്ടതോടെ കുടുംബസമേതം തന്നെ പരിശോധനയ്ക്ക് വിധേയരാവുകയായിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ ഇളയ മകൻ മിഷാൽ ഒഴികെ എല്ലാവരും പോസിറ്റീവ്. അതേസമയം രോഗബാധിതരാണെന്ന് അറിഞ്ഞതോടെ ഭയം തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിർദ്ദേശങ്ങൾ പാലിച്ച് ക്വാറന്റൈനിൽ കഴിയാൻ മടി തോന്നിയിരുന്നില്ല. അടുത്ത 2 ദിവസം കുടുംബസമേതം ആശുപത്രിയിൽ കഴിയുകയായിരുന്നു. മികച്ച പരിചരണവും കരുതലുമാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചതെന്ന് ഇവർ പറയുന്നു. ECG, രക്തപരിശോധന, എക്സ്റേ തുടങ്ങിയ എല്ലാ പരിശോധനകൾക്കും വിധേയമായി. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എവിടെയൊക്കെ പോയി, ആരോഗ്യമായി സമ്പർക്കം പുലർത്തി തുടങ്ങിയ സകല വിവരങ്ങളും ചോദിച്ചറിഞ്ഞ അധികൃതർ അവർക്ക് മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. 2 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം നേരെ ഹോട്ടൽ ക്വാറന്റൈനിലേക്കാണ് ഇവരെ പ്രവേശിപ്പിച്ചത്. രോഗമില്ലെങ്കിലും ഇളയ മകനെയും ഒപ്പം നിർത്തുകയായിരുന്നു. അങ്ങനെ ഡോക്ടറും നഴ്സുമാരും ഉൾപ്പെടുന്ന മെഡിക്കൽ സംഘം തന്നെയുണ്ട് ഈ ഹോട്ടലിൽ. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ മുറി, യഥാസമയം പരിശോധനകളും ഭക്ഷണവും. ആദ്യ ദിവസങ്ങളിൽ ശരീരവേദന, പനി, ചുമ, ശ്വാസതടസ്സം എന്നിവയെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല എന്നും ഷഹാന പറയുകയുണ്ടായി. അസീസിന് തലവേദനയും പനിയുമായിരുന്നു ലക്ഷണങ്ങൾ. ഇസയ്ക്കും സമാനം സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. മുറിയിൽ ഒരുമിച്ച് കഴിയുമ്പോഴും രോഗമില്ലാതിരുന്ന ഇളയ കുട്ടി വിശാലമായ സുരക്ഷിത അകലം പാലിച്ചു. സാഹചര്യങ്ങളോട് അവനും പൊരുത്തപ്പെട്ടു. ചെറിയ ആവശ്യങ്ങൾ പോലും കണ്ടറിഞ്ഞുകൊണ്ടുള്ള കരുതലും പരിചരണവുമാണ് ഹോട്ടൽ ക്വാറന്റൈനിൽ ലഭിച്ചതെന്ന് ഈ കുടുംബം പറയുന്നു. പ്രവാസികൾക്ക് അങ്ങനെ കാരുണ്യത്തിന്റെ കരുതൽ കൂടിയാവുകയാണ് ഖത്തർ മാത്രമല്ല, എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളിലും സമാനമായ കരുതൽ തന്നെയാണ് നമ്മുടെ ഓരോ പ്രവാസികൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.